37 വർഷത്തിനിടെ ആദ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി സൈനിക വ്യോമസേന കമാൻഡർമാരുമായുള്ള വാർഷിക യോഗം ഒഴിവാക്കിയിരിക്കുകയാണ്. സായുധസേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മൗസവി യോഗത്തിൽ പങ്കെടുത്തു. 1979 ഫെബ്രുവരി 8 ഒരു കൂട്ടം വ്യോമസേന ഉദ്യോഗസ്ഥർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനും ഖമേനിയുടെ മുൻഗാമിയുമായ സുപ്രീം നേതാവായ റുഹുല്ല ഖമേനിയോട് കൂറ് പ്രതിജ്ഞയെടുത്തതിന്റെ വാർഷികമാണ് ഈ വാർഷിക യോഗം. 1989 പരമോന്നത നേതാവായതിനു ശേഷം എല്ലാ വർഷവും മുടങ്ങാതെ ഖമേനി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. COVID-19 പാൻഡമിക് സമയത്ത് പോലും അദ്ദേഹം അത് മാറ്റിവെച്ചിരുന്നില്ല. 2025 ജൂണിലെ ആക്രമണം പോലെയുള്ള ആക്രമണം ഇറാൻ ഭയപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 2025 ജൂൺ 19 അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ജൂൺ 21 അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ആരംഭിച്ചു. അതിൽ US എയർഫോഴ്സും നാവികസേനയും 3 പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ. സുരക്ഷാ കാരണങ്ങളിൽ ഇത്രയും വലിയ സംഭവത്തിൽ നിന്ന് ഖമേനി അകലം പാലിച്ചേക്കാം എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. US പ്രതിനിധികൾ അത്തരം സാധ്യതകൾ തള്ളിക്കളഞ്ഞിട്ടും ഖമേനി ടെഹ്റാനിലെ ഒരു ഉറപ്പുള്ള ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയതായും റിപ്പോർട്ടുണ്ട്. വൻതോതിലുള്ള സൈനിക നീക്കത്തിനിടയിലും ടെഹ്റാനിൽ സമ്മർദ്ദം ചെലുത്തുന്നത് US തുടരുകയാണ്. ഫെബ്രുവരി 7 US പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ, US സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ ബ്രാഡ് കൂപ്പർ എന്നിവർ അറേബ്യൻ കടലിൽ USS എബ്രഹാം ലിങ്കൺ സന്ദർശിച്ചു. ഇറാൻ US-മായി ചർച്ച നടത്തിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 5 നൽകിയ ഒരു അഭിമുഖത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വളരെ ആശങ്കാകുലനാകണം എന്ന് ട്രംപ് പ്രസ്താവിച്ചു. മാത്രമല്ല US ഉപരോധങ്ങൾക്കിടയിലും ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളിൽ താരിഫ് ചുമത്താൻ ആവശ്യപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവെച്ചു. ഭരണമാറ്റത്തെയും ജനാധിപത്യ അനുകൂല പ്രസ്ഥാനത്തിനുള്ള പിന്തുണയും കുറിച്ചുള്ള ചർച്ചകളായി ആരംഭിച്ചത് പെട്ടെന്ന് ആണവ കരാറിനായുള്ള സമ്മർദ്ദ തന്ത്രങ്ങളായി മാറി. വാഷിംഗ്ടണുമായി ഒരു കരാറിലെത്താൻ ഇറാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്നും സമ്പുഷ്ടീകരണം നടത്തരുതെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ ഭീഷണിക്കും മേഖലയിൽ നാവിക വ്യോമ സാന്നിധ്യം ഉൾപ്പെടെയുള്ള സൈനിക സന്നാഹങ്ങൾക്കുമിടയിൽ യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനും ചർച്ചകൾക്ക് സമ്മതിച്ചു. 2026 ഫെബ്രുവരി 3 ഒരു വിമാനവാഹിനി കപ്പലിനെ ആക്രമണാത്മകമായി സമീപിക്കുകയായിരുന്ന ഇറാനിയൻ ഷഹീദ് 139 ഡ്രോൺ US നാവികസേനയുടെ F-35C വെടിവെച്ച് വീഴ്ത്തി. ഈ സംഭവം നടന്നിട്ടും ഷെഡ്യൂൾ ചെയ്ത ചർച്ചകൾ തുടരും എന്നാണ് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചത്. അടുത്ത ഘട്ട ചർച്ചകൾക്ക് ഇതുവരെ ഒരു നിശ്ചിത തീയതിയും നിശ്ചയിച്ചിട്ടില്ല. ഫെബ്രുവരി 6 ഒമാനിലെ മസ്കറ്റിൽ ആദ്യ റൗണ്ട് ചർച്ചകൾ നടന്നു. ഇറാൻ ഇതിന് ഏറ്റവും നല്ല തുടക്കം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാലും ഫെബ്രുവരി 7 ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഞായറാഴ്ച പറഞ്ഞു, ടെഹ്റാന് വാഷിംഗ്ടണിൽ വലിയ വിശ്വാസമില്ല. US പക്ഷം പുതുക്കിയ ചർച്ചകളെ ഗൗരവമായി എടുക്കുന്നുണ്ടെന്ന് പോലും സംശയിക്കുന്നുവെന്നും ഒരു യുദ്ധം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചാലും സമ്പുഷ്ടീകരണത്തിനായി നമ്മൾ ഇത്രയധികം നിർബന്ധം പിടിക്കുകയും അത് ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പെരുമാറ്റം ആജ്ഞാപിക്കാൻ ആർക്കും ആവശ്യമില്ല, ആർക്കും അവകാശമില്ല എന്നാണ് അരാക്ചി പ്രഖ്യാപിച്ചത്. എന്തായാലും ഖമേനി എവിടെയാണ് എന്നറിയുന്നില്ല. ഇത്രയും നല്ല ഒരു വാർഷിക സമ്മേളനത്തിൽ ഇതുവരെ 37 വർഷങ്ങളായിട്ട് യാതൊരു മുടക്കവും വരുത്താതിരുന്ന ഒരു സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ ഖമേനി ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് ശരിക്കും US-ന്റെ ആക്രമണത്തെ ഭയന്നിട്ട് തന്നെയായിരിക്കാം. ഒരു ഭയവുമില്ല, എന്ത് വന്നാലും തിരിച്ചടിക്കും എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഖമേനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഭയമുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ട്രംപിനെ ഖമേനി ഭയപ്പെടുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.